ധന്യ, മലയാളികളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഈ ഉറുമ്പുകൾ അരിമണി കൂട്ടി വെക്കുന്നത് പോലെ മലയാളികൾ എവിടെയായാലും മലയാളികൾ എവിടെയാണെങ്കിലും ശരി, അവരിങ്ങനെ കരുതി കരുതി വെക്കും. ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിത ലക്ഷ്യം തന്നെയാണ്. ഇപ്പോൾ അന്യ ജില്ലകളിൽ ജോലി ചെയ്യുന്നവരും അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരും വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവരും എല്ലാം ഈ ഓണക്കാലത്ത് വീട്ടിലെത്തുക എന്ന് പറയുന്നത് ഒരു പ്രധാന ഉദ്ദേശമാണ്. അതിനുവേണ്ടി സ്വരുക്കൂട്ടി വെച്ചാണ് വരുന്നത്. പക്ഷേ ഇത്തവണ ഓണത്തിന് ഈ യാത്രാ നിരക്കുകളെല്ലാം കുത്തനെ കൂടുകയാണ്. ഇത്തവണ എന്നല്ല, മിക്കവാറും എല്ലാ ഓണത്തിനും ഓണക്കാലമാകുമ്പോൾ ഈ എല്ലാത്തിനും റേറ്റ് കൂട്ടുക എന്നുള്ളതൊരു സ്ഥിരം പരിപാടിയാണ്. അങ്ങനെ ഇത്തവണയും പിന്നെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ യാത്രാ സൗകര്യങ്ങൾ പൊതുവേ കുറവാണ്. ട്രെയിനൊന്നും എത്തിപ്പെടാത്ത സ്ഥലങ്ങളാണ് കൂടുതലും ഉള്ളത്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം ആൾക്കാർ അതിന് തന്നെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിന് പുറമെയാണ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന യാത്രാ നിരക്ക്, ബസ്സിൻ്റെ യാത്രാ നിരക്കുകളെല്ലാം ഇരട്ടിയാക്കുകയാണ്. അതുപോലെ പ്രവാസികൾക്ക്, ഇന്ത്യയിലും എല്ലാ പ്രവാസികളെല്ലാം കാത്തിരിക്കുന്നത് ഓണത്തിന് നാട്ടിൽ പോകാം എന്നുള്ളൊരു കോൺസെപ്റ്റാണല്ലോ. അപ്പം അവർ വിമാന ടിക്കറ്റ് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 5 ഇരട്ടി വരെയാണ് ഇപ്പോൾ വിമാനയാത്രാ കൂലി കൂട്ടിയിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർ കരുതി വെച്ചിരിക്കുന്ന പൈസ മുഴുവൻ യാത്രാക്കൂലിയിൽ തന്നെ തീർന്നു പോകാനാണ് സാധ്യത. ധന്യക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ട യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ചേച്ചി, കാരണം നമ്മളും ഒക്കെ നാട്ടിൽ പോകാൻ നിൽക്കുന്നവരാണ്. ബസ് തിരക്കും അത് മാത്രമല്ല ബസ്സിന്റെ കൂലിയൊക്കെ കെട്ടിട്ട് ഇത്തവണത്തെ ഓണത്തിന് നാട്ടിൽ പോകണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ. കാരണം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം വരെ നമുക്ക് എത്താനുള്ളതാണ്. ഈ പ്രവാസികളൊക്കെ ഈ ഒരു സമയത്തിന് നാട്ടിൽ വരാനായിട്ട് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവരാണ് അവർ. ഈ ഒരു സമയത്ത് വരാം. ഈ നേരത്തെ ഒക്കെ ഈ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരാനായി 12,000 രൂപ മുതൽ 15,000 രൂപ വരെ യാത്രാ ചിലവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഓണമാകുമ്പോൾ, ഓണമല്ല, എല്ലാ ഫെസ്റ്റിവൽ സീസൺ ആകുമ്പോൾ ഇവരൊക്കെ വിമാന കമ്പനികൾ ഈ ടിക്കറ്റ് നിരക്ക് ഉയർത്തി. ഇപ്പം 50,000 രൂപയാണ് ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പക്ഷെ കേന്ദ്രം പറയുന്നത് കമ്പനികളാണ് ഇത് തീരുമാനിക്കുന്നത്, വിമാന കമ്പനികൾ. അക്കാര്യത്തിൽ ഇടപെടാൻ കേന്ദ്രത്തിന് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം കഴിയൊഴിയുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സത്യത്തിൽ ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ ഇങ്ങനെ പൈസകൾ കൂട്ടിയപ്പോൾ 2-3 വർഷം ഗൾഫ് നാടുകളിൽ ജോലി ചെയ്യുന്നവർ ഈ ഓണ സമയത്തൊക്കെ മക്കളെ കാണാനും അല്ലെങ്കിൽ പുതിയ വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങിനും കൂടി താമസിക്കൽ ചടങ്ങിനും ഒക്കെ വരാൻ വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഈ സാധാരണ ഒരു 25,000, 30,000, 40,000 രൂപ ശമ്പളമാകുന്ന ഒരാൾ, ആ വ്യക്തി എങ്ങനെയാണ് 50,000 രൂപ ടിക്കറ്റ് ചിലവാക്കി നാട്ടിൽ? അപ്പം വിചാരിക്കും വേണ്ട, അടുത്ത ഓണമാകട്ടെ. അങ്ങനെ പറഞ്ഞ് പല ഓണത്തിനും വീട്ടിലെത്താൻ കഴിയാതെ അച്ഛനും അമ്മയോടും അല്ലെങ്കിൽ മകനോടും അമ്മയ്ക്കും ഒക്കെ ഇരുന്ന് ഓണം ഉണ്ണാൻ ആഗ്രഹം കാണും. പക്ഷേ അതൊന്നും സാധിക്കാത്തൊരവസ്ഥയാണ്. ബസ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ മലബാർ മേഖലകളിൽ ബസ്സിനെ ആശ്രയിച്ചാണ് എല്ലാവരും ജീവിക്കുന്നത്. അല്ലെങ്കിൽ ട്രെയിന് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇടുക്കി ജില്ലയിലോട്ടൊന്നും ഇല്ല. അവിടെയൊക്കെ ഈ ബസ്സിന്, ബാംഗ്ലൂരിൽ നിന്ന് ബസ്സിന് വരണമെങ്കിൽ 850 മുതൽ 1000 രൂപയ്ക്ക് മുകളിൽ ഇപ്പോൾ ബസ് ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 800 മുതൽ 1000 വരെയാണ് ബസ് ചാർജ് ഇപ്പോൾ നിലവിലുള്ളത്, കണ്ണൂർ വരെ. അതിപ്പോൾ ഈ ഓണക്കാലം ആയപ്പോൾ അതിന്റെ ഇരട്ടിയാക്കാൻ അവർ തീരുമാനിച്ചു. അതെ, വരാതിരിക്കാൻ പറ്റുമോ? കാരണം ഓണത്തിന് ലീവ് സ്വാഭാവികമായി കിട്ടുമ്പോൾ നമുക്ക് പോകാതിരിക്കാനും കഴിയില്ല. അപ്പോൾ അന്യനാട്ടിലുള്ളവരെയും അന്യ സംസ്ഥാനത്തുള്ളവരെയും പ്രവാസികളെയും ഒന്ന് ഓണം ഉണ്ണിക്കാൻ ഇവരാരും തയ്യാറല്ല എന്നുള്ളതാണ്. പക്ഷെ എത്ര ചിലവ് കൂടിയാലും വരാൻ തയ്യാറായിരിക്കുന്നവരെ മുതലെടുക്കുന്ന ഒരു രീതി കൂടിയാണ് ഇതിൽ. ഈ റെയിൽവേ ഒക്കെ ഈ സമയത്ത് ടിക്കറ്റ് നിരക്കൊക്കെ കൂട്ടിയെന്ന് പറയുമ്പോൾ സത്യത്തിൽ കേന്ദ്രമൊക്കെ അക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തേണ്ട. കാരണം അത്തരത്തിൽ ഈ അന്യ നാട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് ഈ ആഘോഷവേളകളിലല്ലേ അവർക്ക് കുടുംബത്തോടൊപ്പം ഒത്തുകൂടാൻ കഴിയും. ആ ഒത്തുകൂടുന്ന സമയത്ത് ഇത്തരത്തിൽ നിരക്കുകൾ വർദ്ധിപ്പിക്കുമ്പോൾ അവരുടെ ഒരു മാനസികാവസ്ഥ, അവരുടെ കയ്യിലുള്ള പണം, വളരെ തുച്ഛമായ പൈസക്കായിരിക്കും പുറമെ ജോലിക്കൊക്കെ പോകുന്നത്. ഇപ്പൊ ഇൻഡിഗോ വിമാനം തന്നെ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് ഇൻഡിഗോ വിമാനം വരുന്നത് 5,300 രൂപ മുതൽ 8,250 രൂപ വരെയാണ് ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരുന്നത്. കണ്ണൂരിലേക്കൊക്കെ ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്ത്, ബാംഗ്ലൂരിൽ നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് IT കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർ ഈ സമയത്താണ് കേരളത്തിലേക്ക് വന്ന് ഓണം ആഘോഷിക്കുന്നതൊക്കെ. അപ്പം ആ സമയത്തൊക്കെ വരുന്നവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ തവണയും പറയും സർക്കാരുകൾ ഇടപെടണം, ടിക്കറ്റ് നിരക്ക് കൂട്ടുന്നത് തോന്നുന്നത് പോലെയാണ് വാങ്ങുന്നത്. സ്വകാര്യ വാഹനങ്ങളൊക്കെ തോന്നുന്ന നിരക്കാണ്. കാരണം എങ്ങനെയും നമുക്ക് പോകണം. ഒരുപാട് ദൂരം നിന്ന് യാത്ര ചെയ്യാൻ മടിയുള്ളവരൊക്കെയാണ് ഈ AC ബസ്സുകൾ, സ്ലീപ്പർ ബസ്. ഈ സ്ലീപ്പറിലൊന്നും നിന്ന് തിരിയാൻ പറ്റാത്ത തിരക്കുകളായിരിക്കും. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും AC ബസ്സെങ്കിൽ AC.
2000 2000 കടം വാങ്ങിയാണെങ്കിൽ നാട്ടിലെത്താം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും. ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാക്കുന്നത് പ്രവാസികളെയാണ്. തീർച്ചയായിട്ടും അവരുടെ ഒരു സങ്കടം നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കാരണം കുഞ്ഞുങ്ങളെയൊക്കെ പ്രസവിച്ചിട്ട് അല്ലെങ്കിൽ സ്വന്തം മക്കളെ പ്രസവിച്ചതിന് ശേഷം വീഡിയോ കോളിലൂടെ മാത്രം കണ്ട അച്ഛനും ഉണ്ടാകും. അതെ, കാണാൻ പറ്റും. അച്ഛന്മാരുണ്ടാകാം, അവരൊക്കെ അല്ലെങ്കിൽ അപ്പൂപ്പന്മാരുണ്ടാകാം, അമ്മൂമ്മമാരുണ്ടാകാം, അവരൊക്കെ ഉപജീവനത്തിനായി ഈ ബന്ധുക്കളെയൊക്കെ ഇവിടെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് പോയി ജീവിക്കുന്നവരായിരിക്കും. അവർ ഈ ഓണ സമയത്തായിരിക്കും അല്ലെങ്കിൽ ഏത് ആഘോഷ സമയത്തായിരിക്കും നാട്ടിൽ വരാനായിട്ട് ഒന്നിച്ചിരിക്കാൻ എല്ലാവരും ആഗ്രഹിക്കും. അപ്പോൾ അത്തരം ആഗ്രഹങ്ങൾ കൂട്ടിവെച്ച് അവർ നിൽക്കുമ്പോഴായിരിക്കും അവരൊരു 20,000 രൂപ 25,000 രൂപ ഒരു ടിക്കറ്റിന് കൂടിപ്പോയാലാകും എന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് 50,000 രൂപ 60,000 രൂപ 70,000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അതെ 5 ഇരട്ടിയാക്കുക എന്ന് പറയുന്നത് കൂട്ടിവെച്ചതെല്ലാം ഈ യാത്രാ ചെലവിൽ തന്നെ തീർന്നു പോകും. മക്കൾക്ക് പുതിയ ഉടുപ്പുകൾ വാങ്ങി, അവർക്ക് വേണ്ട കളിപ്പാട്ടങ്ങൾ വാങ്ങി, അവർക്ക് വേണ്ടി വരുന്നവരുണ്ടാകാം, ഭാര്യയെ കാണാൻ വരുന്നവരുണ്ടാകാം, അച്ഛനമ്മമാരെ കാണാൻ വരുന്നവരുണ്ടാകാം. ഇവരുടെ ഒക്കെ ഇപ്പോൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്നവരെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അവർക്ക് ഇപ്പോൾ വലിയ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപയൊക്കെ സാലറി ഉള്ളവർക്ക് അവരെ സംബന്ധിച്ച് ഇതൊന്നുമില്ല. ഇപ്പൊ തുച്ഛമായ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന തുച്ഛമായ വരുമാനത്തിന് ജീവിക്കുന്ന സാധാരണക്കാരായ പ്രവാസികളുണ്ട്. അപ്പോൾ വീടൊക്കെ വിറ്റ് ജോലിക്കായി പോയവരുണ്ട്. എങ്ങനെയെങ്കിലും കടങ്ങളൊക്കെ തീർത്ത് പുതിയ വീട് വെക്കണമെന്നൊക്കെ വിചാരിച്ചു കൊണ്ട് പോകുന്നവരുണ്ടാവുക. പെങ്ങന്മാരുടെ കല്യാണത്തിന് അതിൻ്റെ ആവശ്യത്തിനായി പണം ഉണ്ടാക്കാൻ പോകുന്നവരുണ്ടാകാം. അപ്പോൾ ഇത്തരത്തിൽ മക്കളുടെ വിവാഹ ആവശ്യത്തിനും വിദ്യാഭ്യാസ ആവശ്യത്തിനുമായി പോകുന്നവരുണ്ട്. അപ്പോൾ അത്തരം പ്രവാസികളെ ഊറ്റി അവരുടെ ചോര നീരാക്കി അവരവിടെ ജീവിക്കുന്നത് കൊടും വെയിലത്ത് നിന്നുകൊണ്ട് വലിയ നില കെട്ടിടങ്ങളിൽ കയറി ജോലി ചെയ്ത് അത്തരത്തിൽ ഈ പ്രവാസികൾ പകുതി കൂടുതൽ പേരും പോകുന്നത് സൂഹിക്കാനല്ല. അവരവിടെ അത്രത്തോളം കഠിനാധ്വാനമാണ് അവരവിടെ ചെയ്യുന്നത്. അത് പലപ്പോഴും ഗൾഫിലല്ലേ വരുമ്പോൾ സ്പ്രേയുടെ മണവും കുറെ മുട്ടായികളും ചോക്ലേറ്റും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അതെ വേർപ്പിന്റെ ഒരു വില അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അത്ര ബുദ്ധിമുട്ടിലായിരിക്കും അവരവിടെ ജീവിക്കുന്നത്. ചിലപ്പോൾ 2 നേരത്തെ ഭക്ഷണം 1 നേരമൊക്കെ ചുരുക്കി വയറ് നമ്മൾ പറയും ഇവിടെ ഉള്ളവരാണ് പാടത്ത് പണി ചെയ്യുന്നവരൊക്കെ വയറ് മുറുക്കി കെട്ടി ഇല്ല. ഇപ്പം പ്രവാസികൾ ഇപ്പോഴും അത്തരത്തിൽ ആളുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവരെയൊക്കെ ഇത്തരം അവരുടെ ഓണമൊക്കെ അല്ലെങ്കിൽ അവരുടെ ആഘോഷങ്ങളൊക്കെ ഇല്ലാതാക്കാനായി ഇത്തരം എന്താ പറയുക ടിക്കറ്റ് നിരക്കുകളൊക്കെ കൂട്ടിക്കൊണ്ട് അവരെ കഷ്ടത്തിലാക്കുന്ന ഒരു നിലപാട് കുറേ കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. കാരണം ഇവിടെ അതിനൊന്നും സമയമില്ല. പക്ഷേ അതിൽ അവർക്ക് എവിടെ ഇടപെടാൻ സമയം? ഇവിടത്തെ സമയം MR രാജ്കുമാർ RSS മേധാവിയെ കണ്ടത് എന്തിനാ? അൻവറിന് തീവ്രവാദ ബന്ധമുണ്ടോ? അൻവർ അവിടെ പോയോ? അൻവർ ഇവിടെ പോയോ? മുഖ്യമന്ത്രി സ്വപ്നയെ കണ്ടോ? മുഖ്യനാണെങ്കിൽ ഓണാഘോഷ തിരക്കിൽ ഇതൊന്നും പറയാനുള്ള സമയം ശ്രദ്ധിക്കുന്ന പോലുമില്ല. എനിക്കൊരു പഴഞ്ചൊല്ല് ഓർമ്മ വന്നത്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാളും കോരന് കുമ്പിളിൽ തന്നെ കഞ്ഞി. അത് സത്യം അത് തന്നെയാണ്. ഇവിടുത്തെ ചർച്ചകൾ മാധ്യമങ്ങളൊക്കെ കോരയിരുന്ന ചർച്ച ഇതെന്താ ചെയ്യാത്ത രാത്രി റേറ്റിംഗ് കിട്ടില്ല. പ്രവാസികളുടെ ദുഃഖം പറഞ്ഞാൽ റേറ്റിംഗ് കിട്ടില്ല. ഈ സിനിമാ മേഖലയിലെ പ്രതിസന്ധികൾ പക്ഷെ അത് കഴിഞ്ഞിട്ടും അപ്പൊ ഇടയ്ക്ക് ഒരു ഇതുണ്ട്, ഇത്രയും പ്രശ്നങ്ങളുള്ള സിനിമയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം, ചാനലുകൾ തീരുമാനിക്കൂ, സിനിമാ താരങ്ങളെ വെച്ചുള്ള ഓണപരിപാടികളെല്ലാം ബഹിഷ്കരിക്കൂ എന്നൊക്കെ ഓരോരുത്തരും പറയുന്നത്. പക്ഷെ ആരെങ്കിലും ബഹിഷ്കരിക്കുന്നുണ്ടോ ഓണപരിപാടി? ഞാൻ കണ്ടില്ല ഇത്തവണ ചാനലുകളിൽ താരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം താരങ്ങളെല്ലാം ചാനലുകൾക്ക് എതിരായതുകൊണ്ട് വിളിച്ചാൽ ആരെങ്കിലും വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. എന്തായാലും ഈ പ്രവാസികളുടെ അല്ലെങ്കിൽ നമ്മുടെ അന്യ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളുടെ ഒന്നും ദുഃഖം ചാനലുകളിൽ ഇരുന്ന് ചർച്ച ചെയ്താൽ അതൊന്നും റേറ്റിംഗ് കിട്ടാൻ പോകുന്നില്ല. അതൊന്നും വലിയ വാർത്തയോ അതൊന്നും ആർക്കും വേണ്ട. ഇവിടെ നമ്മൾ ഈ സബ്ജക്ട് സംസാരിക്കുമ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു അധികം ഓടാൻ ആരും കാണാൻ സാധ്യതയില്ല. തീർച്ചയായിട്ടും അവരൊക്കെ പ്രവാസികൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഒരു അസറ്റാണ്. അവര് പോയി കഷ്ടപ്പെടുന്നത് കൊണ്ടാണ് നമ്മുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വളർച്ചയൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ ഒരു ദിവസമെങ്കിലും അവരെ നമ്മൾ ഓർമ്മിക്കണം എന്നുള്ളതാണ്. അവർ നമ്മളെപ്പോലെ അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം വന്നിരുന്ന് അവരും ജോലി ചെയ്ത് അവരും ആ പൈസ കൊണ്ടുവന്ന് മക്കളോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ഓണമൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഏത് ആഘോഷമല്ല അതിൽ പങ്കുചേർന്നിട്ട് അവർ തിരിച്ച് സന്തോഷത്തോടെ കയറി പോകുന്നത് കാണുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കില്ല. പക്ഷേ ജീവിതം മാർഗം അതാണ്, ജീവിതം മെച്ചപ്പെടുത്താൻ പോയേ കഴിയൂ എന്നുള്ളൊരു അവസ്ഥ ഉള്ളതുകൊണ്ട് അവർക്ക് പോയേ മതി. എങ്കിലും സമാധാനത്തോടെ മക്കളോടൊപ്പം
അവരോടൊപ്പം ഇരുന്നിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷമുണ്ടല്ലോ, അത് ഇതിലൂടെ ഇല്ലാതാവുകയാണ്. എന്തായാലും ഇതിലൊരു മാറ്റം നമ്മൾ ചർച്ച നടത്തിയെന്ന് പറഞ്ഞാൽ മാറ്റമൊന്നും വരില്ല. കാശിന് കാശ് തന്നെ വേണം എന്നുള്ളതൊരു യാഥാർത്ഥ്യം. കാശ് കൊടുക്കാതെ ഒരു വിമാന കമ്പനികൾ ഫ്രീ ആയിട്ട് പ്രവാസികളെ നാട്ടിലെത്തിക്കില്ല എന്നുള്ള ഉറപ്പ് തന്നെ. എന്നാലും എല്ലാ പ്രവാസികൾക്കും മീഡിയ മലയാളത്തിന്റെ ഓണാശംസകൾ. നിങ്ങൾ സന്തോഷത്തോടെ കുടുംബാംഗങ്ങളോടൊപ്പം ഒക്കെ വന്ന് ഓണം ആഘോഷിച്ച് മടങ്ങിപ്പോകും.